നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ഹണി ട്രാപ്പിലൂടെ ഉന്നതന്മാരെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിലായി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വന്തം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത അച്ഛൻ അറസ്റ്റിലായി. സ്വന്തം ഭാര്യയെ അന്യന്റെ കിടപ്പുമുറിയിൽ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയ ഒരു ഭർത്താവ് ഭാര്യയുടെ മൂക്ക് കടിച്ച് പറിച്ചു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വൻ മോഷണം. 40 പവൻ സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഹണി ട്രാപ്പിലൂടെ ഉന്നതന്മാരെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിലായി. കെട്ടിട നിർമ്മാണ സംരംഭകനെ ഭീഷണിപ്പെടുത്തി കോടികൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ പിടിയിലായത്. 10 മാസത്തോളം ഇവർ ഒളിവിൽ കഴിയുകയും ചെയ്തു. ഹണി ട്രാപ്പ് കേസിൽ 10 മാസത്തിലേറെയായി ഒളിവിലായിരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒടുവിൽ അറസ്റ്റിലായി. കെട്ടിട നിർമ്മാതാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി കോടികൾ തട്ടാൻ ശ്രമിച്ച കീർത്തി പട്ടേൽ എന്ന യുവതിയാണ് അഹമ്മദാബാദിൽ അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാമിൽ 1.3 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള കീർത്തി പട്ടേലാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം ജൂൺ 2-ന് കീർത്തിയെ അറസ്റ്റ് ചെയ്യാനായി വാറണ്ട് പുറപ്പെടുവിച്ചുവെങ്കിലും ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. 10 മാസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് കീർത്തി പിടിയിലായത്. ഗുജറാത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലായി മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്നു കീർത്തി. IP അഡ്രസ് മാറിക്കൊണ്ടിരുന്നതിനാൽ അറസ്റ്റ് വൈകി. ഒടുവിൽ അഹമ്മദാബാദിലെ സർഖേജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഭൂമി തട്ടിയെടുക്കൽ, പണം തട്ടിയെടുക്കൽ കേസുകളും ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൂറത്തിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണ സംരംഭകനെ ഹണി ട്രാപ്പിൽ കുടുക്കിയാണ് കീർത്തി കോടികൾ സ്വന്തമാക്കിയത്. കേസിൽ മറ്റ് 4 പേർ കൂടി പ്രതികളാണ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് സൂറത്തിൽ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതിക്കെതിരെ വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. സ്ഥലങ്ങൾ മാറിയും പല സിം കാർഡുകൾ ഉപയോഗിച്ചുമാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അഹമ്മദാബാദിലെ സർക്കേജ് മേഖലയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ടെക്നിക്കൽ ടീമിന്റെ സൈബർ വിദഗ്ധരുടെയും സഹായത്തോടെയാണ് യുവതിയെ പോലീസ് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുവതിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ ഇൻസ്റ്റഗ്രാമിന്റെ സഹായം തേടിയതായും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വന്തം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത അച്ഛൻ അറസ്റ്റിലായി. പെൺകുട്ടികൾക്ക് അമ്മയോടുള്ള സ്നേഹം മുതലെടുത്താണ് ഇയാൾ 10ഉം 15ഉം വയസ്സുള്ള സ്വന്തം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തത്. പെൺകുട്ടികൾക്ക് അമ്മയോടുള്ള സ്നേഹം മുതലെടുത്ത് അച്ഛന്റെ ക്രൂരത. അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി 15ഉം 10ഉം വയസ്സുള്ള പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം കാട്ടിയ അച്ഛനാണ് കീഴ്വായൂർ പോലീസിന്റെ പിടിയിലായത്. പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 48കാരനാണ് പിടിയിലായതെന്നാണ് വിവരം. വീട്ടിൽ വെച്ച് പലതവണ കുട്ടികളോട് ലൈംഗികാതിക്രമം കാട്ടിയതായി ശിശുക്ഷേമ സമിതി വഴി പരാതി ലഭിച്ചതനുസരിച്ച് പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് 10 വയസ്സുകാരിക്ക് നേരെ അതിക്രമം നടന്നത്. പ്രായപൂർത്തിയായതിന്റെ പിറ്റേ ദിവസവും പിന്നീട് മറ്റൊരു വീട്ടിൽ വെച്ചും 15കാരിക്ക് നേരെ ഇപ്രകാരം പ്രവർത്തിച്ചതായി കുട്ടി വെളിപ്പെടുത്തി. അമ്മയോട് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ കഴിയുന്ന കുട്ടികളുടെ മൊഴി പോലീസ് സൈക്കോ സോഷ്യൽ കൗൺസിലറുടെ സാന്നിധ്യത്തിൽ വിശദമായി രേഖപ്പെടുത്തി. പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ ഉടനടി പിടികൂടി. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. വിസ്മയ ന്യൂസ്, പത്തനംതിട്ട. സ്വന്തം ഭാര്യയെ അന്യന്റെ കിടപ്പുമുറിയിൽ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയ ഒരു ഭർത്താവ് ഭാര്യയുടെ മൂക്ക് കടിച്ച് പറിച്ചു. ദേഷ്യം തീർക്കാനാണ് ഈ പ്രവൃത്തി ചെയ്തതെങ്കിലും ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഭാര്യയെ കാമുകന്റെ വീട്ടിൽ നിന്നും കൈയോടെ പിടികൂടിയ ഭർത്താവ് അവരുടെ മൂക്ക് കടിച്ചു പറിച്ചു. ഉത്തർപ്രദേശിലെ ഹർദോയ് ജില്ലയിലാണ് സംഭവം. ഹരിയവാൻ പോലീസ് കേസെടുത്തു. 25കാരിയായ യുവതി ഗുരുതരാവസ്ഥയിലാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ സംശയം തോന്നിയ ഭർത്താവ് രാംഖിലാവാൻ അവരെ പിന്തുടർന്നു. യുവതി കാമുകന്റെ വീട്ടിലേക്കാണ് പോയത്. സ്ഥലത്തെത്തിയതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. തുടർന്ന് കാമുകന്റെ മുന്നിൽ വെച്ച് രാംഖിലാവാൻ ഭാര്യയുടെ മൂക്ക് കടിച്ചു പറിച്ചു. രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് യുവതിയെ ആദ്യം സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി ലക്നൌവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. രാംഖിലാവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് നരേന്ദ്രകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വൻ മോഷണം. 40 പവൻ സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. കോൺഗ്രസ് നേതാവും ഭാര്യയും മക്കളും മരുമകനുമൊക്കെ അതേ വീട്ടിൽ താമസിക്കുമ്പോഴാണ് മുകളിലത്തെ നിലയിലെ അലമാര തുറന്ന് കള്ളൻ സ്വർണവുമായി കടന്നു കളഞ്ഞത്. പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം നെല്ലനാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ അപ്പുക്കുട്ടൻ പിള്ളയുടെ വീട്ടിൽ വൻ കവർച്ച. 40 പവൻ സ്വർണവും 5000 രൂപയുമാണ് വലിയ കട്ടയ്ക്കാൽ പാലത്തറ സുരേഷ് ഭവനിൽ നിന്നും മോഷണം പോയത്. ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്നതിനിടെ അടുക്കളവാതിൽ കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. ശേഷം മുകളിലത്തെ നിലയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷ്ടിച്ചു. അപ്പുക്കുട്ടൻ പിള്ളയും ഭാര്യയും മകനും മരുമകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഈ വീട്ടിൽ തന്നെയാണ് താമസം. ഇവരെല്ലാം താഴത്തെ നിലയിലാണ് കിടക്കുന്നത്.
നടക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം അറിയുന്ന ആളാകണം മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. ശബ്ദം കേട്ട അപ്പുക്കുട്ടൻപിള്ളയുടെ മരുമകൾ എത്തിയപ്പോഴേക്കും ഒരു നിഴൽ മാത്രമാണ് കണ്ടത്. തുടർന്ന് മറ്റുള്ളവരെ വിളിച്ചുണർത്തി നോക്കിയപ്പോൾ കമ്പിപ്പാരയും പണം സൂക്ഷിച്ചിരുന്ന കവറും സ്വർണം വച്ചിരുന്ന ബാഗും അടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.